അപ്പൊ തുടങ്ങാം. ഐഫോൺ 17 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. സോ പ്രൊമോഷൻ ആ ഒരു വലിയ കുറവ് അവർ നികത്തി എന്ന് പറയാം. 60 ഹെർട്സ് ഡിസ്പ്ലേ കഴിഞ്ഞ വർഷം നമ്മൾ വിമർശിച്ചൊരു കാര്യമാണ്. ഇത്തവണ അത് നന്നാക്കിയിട്ടുണ്ട്. 120 ഹെർട്സ് സ്വാഭാവികം ആണോ? ഭയങ്കര. സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം പുതിയതായിട്ട് വരുന്നുണ്ട്. അതായത് ഫോൺ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നു. ഇനി ബാറ്ററി ലൈഫിലാണെങ്കിൽ 22 അവറിന്റെ ബാറ്ററി ലൈഫ് ആയിരുന്നു 16. ഇതിലേക്ക് വരുമ്പോൾ 30 അവറിന്റെ ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഐഫോൺ എയർ ആണ്. ഐഫോൺ എയർ വന്നിട്ട് അടിപൊളി സംഭവമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കേട്ടാ മതി. പിന്നെ ഈ ഒരു ഫോണിൽ വലിയ കാര്യമായ വീഴ്ചകളൊന്നും ഇവർ വരുത്തിയില്ല എന്നുള്ളതാണ്. ഡൈനാമിക് ഐലൻഡ് അതുപോലെ തന്നെ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. പ്രൊമോഷൻ ടെക്നോളജി 120 ഹെർട്സ് വരുന്നുണ്ട്. 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ലുക്ക് ഈ കാണുന്ന തരത്തിലാണ്. 3 കളറിലാണ് വരുന്നത്. കളറായിട്ടുണ്ടല്ലോ. ക്യാമറയിൽ 48 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ്. മെയിൻ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ, ടെലിഫോട്ടോ ക്യാമറ എല്ലാം 48 മെഗാ പിക്സലാണ്. അൾട്രാ ഫോൺസിൽ മാത്രം കണ്ട ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ടല്ലോ, പക്ഷെ ആപ്പിൾ ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് അവരുടെ ബേസ് ഐഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ 17 പുതിയ A19 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഗ്രാഫിക്സ് ആണെങ്കിലും പ്രോസസിംഗ് ആണെങ്കിലും ഇതെല്ലാം ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. 20 മിനിറ്റ് ചാർജ് ചെയ്താൽ 50% വരെയുള്ള ചാർജ് കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് 18 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ സ്റ്റെബിലൈസേഷൻ കിട്ടും. അതായത് നമുക്ക് വേണമെങ്കിൽ ഓടിക്കൊണ്ട് സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്രയും വേണോ സാർ? വേണം. ഐ തിങ്ക് ഐഫോൺ 17 ഈസ് എ ഗ്രേറ്റ് ഡീൽ. അതായത് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. പ്രോമാക്സ് 5000 mAh വരെ പോകുന്നുണ്ട്. സോ 5000 mAh ഒരു ഐഫോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണെന്നറിയോ? വേപ്പർ ചേംബർ കൂളിംഗ്. എയറിന്റെ 256 GB പ്രൈസ് ആണ് 1,20,000 രൂപ. ഒരു മാറ്റവും ഇല്ലല്ലോ. 2 TB വേരിയന്റും ഇത്തവണ വരുന്നുണ്ട്. പ്രോമാക്സിൽ മാത്രമേ ഉള്ളൂ, പ്രോയിലില്ല. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. 2 TB വേരിയന്റിന്റെ പ്രൈസ് എത്രയാണെന്നറിയാം? ഗസ് ചെയ്യാൻ പറ്റും. 2,30,000 രൂപ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ കുറച്ച് ഓവറായില്ലേ? 2.3 lakh rupees-ന്റെ ഒരു ഫോൺ. ഇതൊക്കെ ആപ്പിളിൽ മാത്രമേ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നും. ഊഞ്ഞാലാട്ടിയതല്ലേ?